വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ചിദ്ദു എന്നാണ് കഥയുടെ പേര്. ചിദ്ദുവിൻ്റെ കഥയാണ്. അപ്പോൾ ചിദ്ദു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുഞ്ഞു വാവയാണ്. അവന് വളരെയധികം രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളൊക്കെമാതിരി തന്നെ എന്ത് കണ്ടാലും ഓന് അത് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ കുതിര സവാരി പോണത് അവന് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കാണുക. അപ്പോൾ ഓൻ പറയും ഞാനും ഈ കുതിരമേൽ യാത്ര ചെയ്യും. അതുമാതിരി തന്നെ പക്ഷികൾ പറക്കണ കണ്ടാലും ഓൻ പറയും ഞാനും പക്ഷീൻ്റെ മാതിരി പറക്കും എന്നാണ്. അതേമാതിരി തന്നെ മീൻ നീന്തണ കണ്ടാലും ഓൻ പറയും ഞാനും മീനിൻ്റെ മാതിരി നീന്താം. അപ്പോൾ എന്ത് കണ്ടാലും ഓനത് ചെയ്യുമെന്ന് കുറേ നേരം പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ അത് സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ആകാംക്ഷ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സ്വഭാവമാണ് അങ്ങനെ പറയാന്നുള്ളത് അല്ലേ. ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അവരുടെ ഇത് നല്ല ഒരു എല്ലാ സമയത്തും ഒരു ഹാപ്പി ആയിട്ടും കൂടുതലൊന്നും ചിന്തിക്കാതെ ഒരു ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജീവിതം അവർക്ക് നമ്മളൊക്കെ കഴിഞ്ഞു പോയൊരു കാലഘട്ടമാണ് ആ കുട്ടിക്കാലം എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള സംസാരങ്ങളും ഒക്കെ. അപ്പോൾ ചിദ്ദുവിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദിവസം ഒരു കുതിര വന്നുകൊണ്ട് അവൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു കുതിര, നല്ല സ്വർണ്ണ കളറുള്ള ജീനിയൊക്കെ ധരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കുതിര വന്നുകൊണ്ട് പറയും എൻ്റെ മുകളിൽ കയറിക്കോ എന്ന് പറയും. അങ്ങനെ അവൻ ചെയ്യും, കുതിരൻ്റെ മേലിൽ കയറും. അപ്പോൾ ആ സമയത്ത് കുതിരൻ്റെ മേലിൽ കയറാണ്ട് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവും അവൻ്റെ സഹോദരി മുന്നി അവിടെ നിന്നാണ്ട് എന്തത് ഇഞ്ചി എടുക്കാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ലോകം കറങ്ങാൻ പോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പോക്കാണ്ട് പോകും. അങ്ങനെ പോയിട്ട് ഒരുപാട് കാടുകൾ, വയലുകൾ, മലകൾ, എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ വിട്ട് കിടക്കും. അങ്ങനെ ഒരുപാട് പോയി അവസാനം കുതിര നിൽക്കും. അപ്പോൾ മുമ്പിലേക്ക് നോക്കുമ്പോൾ കടലാവും ഉണ്ടാവുക. അപ്പോൾ ആ കടലിൻ്റെ അടുത്ത് നിന്ന് കുതിര പറയും എനിക്കിനി കടലിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അപ്പോൾ ചിദ്ദു പറയും എനിക്ക് ഇനിയും മുന്നോട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന്. അങ്ങനെ കുതിര അവനെ വന്ന് നിലത്തേക്ക് ഇടും. അപ്പോൾ നേരെ കടലിലേക്ക് പോകും. അങ്ങനെ കടലിൽ അവനൊരു മീൻ രക്ഷിക്കാൻ വരും. അങ്ങനെ മീൻ അവനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അച്ഛനൊക്കെ വരുന്നുണ്ട് അവനെ തിരഞ്ഞുകൊണ്ട് ബോട്ടിലൊക്കെ. അപ്പോൾ അവൻ എല്ലാ അടി കൂലിട്ടുകൊണ്ട് പോവും. അങ്ങനെ കുറേ യാത്ര ചെയ്യും. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കുറേ നേരം വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ കഴിയില്ലല്ലോ, ശ്വാസം കിട്ടുക. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പൊന്തി വരുമ്പോൾ ഒരു പക്ഷി വരും. അപ്പോൾ ആ പക്ഷി വന്നുകൊണ്ട് അവൻ പൊക്കിങ്ങാണ്ട് കൊണ്ടുപോകും. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്യുമ്പോൾ പിന്നെ പോയി പക്ഷീൻ്റെ എൻഡെത്തുമ്പോൾ ആകാശത്തിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മേഘത്തിനോട് പറയുന്നത്. അങ്ങനെ മേഘത്തിനെ കാണും, മേഘത്തിൻ്റെ മേലെ കയറും. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാൻ രാത്രിയൊക്കെ പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു അസ്വസ്ഥത തോന്നും. മേഘം പറയും എൻ്റെ അമ്മ കരയണുണ്ട് എന്നെ കാണാനായിട്ട്. അപ്പോൾ അവനും കരയാൻ തുടങ്ങും. അങ്ങനെ മേഘത്തിനോട് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കി തരണം. അങ്ങനെ മേഘം വളരെ സ്പീഡിൽ തന്നെ താഴോട്ട് വന്നുകൊണ്ട് അമ്മേൻ്റെ കൈ അടുത്ത് ഒരു മുല്ലവള്ളിയിൽ അവനെ കൊണ്ടുപോയിടും. അങ്ങനെ അമ്മനെ അവൻ കാണുകയാണ്. അങ്ങനെ അതോടുകൂടെ വളരെയധികം പുഞ്ചിരിച്ചുകൊണ്ട് നല്ലൊരു അവസാനമാണ്. ഡോക്ടർ ജാക്കിർ ഹുസൈൻ എഴുതിയ കഥയാണ്. വളരെ രസകരമായിട്ടുള്ള കഥയാണ്. നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പേജുകളൊന്ന് പഠിക്കാം. ചിദ്ദു അല്ലേ. ഏക് ഛോട്ടാ സാ ലഡ്കാ താ. ചിദ്ദു ഒരു ചെറിയ കുട്ടിയായിരുന്നു. ഉസ്കാ നാം താ ചിദ്ദു. ഏക് ഛോട്ടാ സാ ലഡ്കാ താ. ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഉസ്കാ നാം താ ചിദ്ദു. അവൻ്റെ പേരാണ് ചിദ്ദു. ഉസ് ലഡ്കേക്ക് ആദത്ത് തീ. ആ കുട്ടിക്ക് ഒരു പതിവുണ്ടായിരുന്നു. ജബ് കിസിക്കോ കോയി കാം കർത്തേ. ജബ് എപ്പോൾ കിസിക്കോ ആർക്കെങ്കിലും കോയി കാം കർത്തേ ദേഖ്താ തോ അവനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് കണ്ടാൽ തോ ജഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ജഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേട്ടോ, ഫോറൻ കായക്ക് എന്നൊക്കെ ഉറുദുവിൽ അർത്ഥം ചെയ്താൽ ജഡ് പെട്ടെന്ന് അവൻ പറയും മേ ബി യഹി കറുങ്ക, മേ ബി ഞാനും ഇത് ചെയ്യും എന്ന് പറയും. ബസ് ദിൻ ഭർ. ആ ദിവസം മുഴുവനും മാത്രം പറയുള്ളൂ. പിറ്റത്തെ ദിവസം വേറെ പറയാം. അതാണ് ബസ് ദിൻ ഭർ യഹി മേ ബി കറുങ്ക, മേ ബി ഞാനും കർത്താ രഹത്താ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കബി എപ്പോൾ ഖിड़की എന്നാൽ വാതിലിൻ്റെ അല്ല ജനാല.
ജനാലൻ്റെ കുറേ സാധനങ്ങൾ കടിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു തുറന്ന ഭാഗം, ഒരു തുറന്നിട്ട ഭാഗത്തിന്. അതേമാതിരി ഇപ്പോൾ ജനാലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ എന്ത് ചെയ്യുക അടച്ചിട്ടുണ്ട്, അതിലൊരു തുറസായ സ്ഥലം അതിനെ കടിക്കുന്ന പറയാം. ഇപ്പോൾ ജനാലിൻ്റെ അർത്ഥം നോക്കാം അവിടെ. കബി കടിക്കി മേസെ ദേഖ്ത, ജനാലിലുള്ള കൂടെ നോക്കുമ്പോൾ കോയി സടക്ക് പർ ആരെങ്കിലും എന്താണ് റോട്ടിൽ കൂടെ ഗോഡെ പർ സവാർ ജാ രഹാ ഹേ എന്താകും, കുതിരൻ്റെ മേലെ സവാരി നടത്തുന്നുണ്ടാവും. അവൻ പറയും മേ ബി സവാർ കറൂങ്ക, മേ ബി സവാർ ഹൂങ്ക, ഞാനും എന്താകും സവാരിയാകും, ഞാനും യാത്രയാകും. ഭാഗമേ കേലിനെ ജാത്ത, പിന്നെ തോട്ടത്തിൽ കളിക്കാൻ പോകുമ്പോൾ അവർ ജാടി മേസ്, ജാടി എന്ന് പറഞ്ഞാൽ എന്ത് ചെറിയ ചെടികൾ, അപ്പോൾ ചെടീൻ്റെ മേലിൽ നിന്ന് കോഴി ചെടി ഏതെങ്കിലും ചെറിയ പക്ഷി എന്താകും ഫുർ എന്ന് പറഞ്ഞാൽ പക്ഷികൾ പറക്കണ ശബ്ദത്തിനാണ്. ഫുർസെ ഉടുത്തിയോ എന്താണ് ആ ശബ്ദത്തോടെ കൂടെ പറക്കുമ്പോൾ അവനെന്ത് ചെയ്യും, കേൾത്തവൻ പറയും മേ ബി ഉടുങ്ക, ഞാനും പറക്കും പറയും. ഉസ്കെ ഘർസെ, അവൻ്റെ വീട്ടിൽ നിന്ന് കുച്ച് ദൂർ ഏക്ക് താലാബ്, കുറച്ച് ദൂരത്ത് എന്തുണ്ടായിരുന്നു, ഒരു കുളം ഉണ്ടായിരുന്നു. ഉസ് കിനാരെ കേലിനെ ജായ കർത്ത, അതിൻ്റെ കരയിൽ അവൻ എന്താകും കളിക്കാനേ പോയിരുന്നു. അവർ നന്നി മച്ഛലിയോങ്കോ, അങ്ങനെ ചെറിയ ചെറിയ മീനുകളെ പാനിമേ വെള്ളത്തിൽ തേർത്തേ ദേഖ്താത്തോ, നീന്തുന്നത് കാണുമ്പോൾ കേൾത്താൻ പറയും മേ ബി തേറുങ്ക, ഞാനെന്താകും നീന്തുന്ന്. അങ്ങനെ ഏക്ക് ദിനം ഒരു ദിവസം ആയിസാവും അങ്ങനെ ഉണ്ടായി. ഉസ്കെ മാം ബാപ്പ് കഹേ ബാഹർ ഗയേ, അവൻ്റെ ഉമ്മയും ഉപ്പയും എവിടേക്കോ പുറത്തേക്ക് പോയി. ബാൻ കിസി കാംസെ ഖേത്ത് പർ ഗയി തി, സഹോദരി ആണെങ്കിൽ എന്തോ ഒരു ജോലിക്ക് എന്താണ് വയലിൽ പോയിരുന്നു, ഖേത്ത് വയലിട്ടാ. ഏ ഘർമേ ബിൽക്കുൽ അക്കേലാത്ത, ഇവൻ വീട്ടിൽ പൂർണ്ണമായും ഒറ്റക്കായിരുന്നു. ഏക്ക് ഗോഡ, ഒരു കുതിര, സഫേദ് വെളുത്ത കുതിര, ജേസ ബുറാക്കിൻ്റെ പോലത്തെ ഒരു കുതിര, ഉസ്കെ സാമനെ ആക്കർ കട, അവൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഗോഡെ പർ ഏക്ക് സുൻഹര, അവൻ ഗോഡെ പർ കുതിരയുടെ മേൽ ഏക്ക് സുൻഹര എന്നാൽ സ്വർണ്ണ നിറമുള്ള ഖൂബ്സൂറത്ത് ഭംഗിയുള്ള ജീൻ കിസാവാത്ത ജീനി ഉണ്ടായിരുന്നു. ജീൻ എന്ന് പറഞ്ഞാൽ ജീനി ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.